ഈ പി സി ഒ ടി എന്നുള്ള സംഭവം എന്താണ്? അല്ലെ പി സി ഒ എസ്. നമ്മൾ പൊതുവെ നമ്മൾ കേൾക്കുന്നൊരു വാക്കാണ് പി സി ഒ ഡി അല്ലെ പി സി ഒ എസ്. എന്താണെന്നുള്ള ഞാൻ പറഞ്ഞു തരാം എന്താ സംഭവം എന്നുള്ളത്. ഓക്കെ, എങ്ങനെ ഇത് നമുക്ക് കുറയ്ക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് നമ്മുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്. ആദ്യമായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഭക്ഷണം നിങ്ങൾ ക്രമീകരിക്കുക. കൊഴുപ്പ് ഇന്ന് ധാരാളമുള്ള പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മളിന്ന് ധാരാളം കഴിക്കുന്നത്. ഇത് തന്നെയാണ് മെയിനായിട്ടുള്ള പ്രോബ്ലം. അതുപോലെ തന്നെ നിങ്ങൾ മധുരമുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്രമീകരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കറക്റ്റ് ടൈം നിങ്ങൾ ഫുഡിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ സമയം നിങ്ങൾ കണ്ടെത്തുക. ആ സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ചോക്ലേറ്റ്സ്, അതുപോലെ തന്നെ കേക്ക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, മധുരമുള്ള സാധനങ്ങൾ കഴിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് കുറയ്ക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് നമ്മൾ മെയിനായിട്ട് ഉണ്ടാകുന്നത്. ഇൻസുലിൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഇൻസുലിൻ എന്ന ഹോർമോൺ നമ്മൾ ബ്ലഡിലേക്ക് ഗ്ലൂക്കോസ് കൊടുക്കുന്ന ജോബാണ് എന്ത് ചെയ്യുന്നത് ഈ ഇൻസുലിനുള്ളത്. ഓക്കെ, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആകുന്നത് എങ്ങനെയാണ്? അതായത് ഇൻസുലിൻ നമുക്ക് എന്തിനാണ് കുത്തിവെക്കുന്നത്? നമുക്ക് ഷുഗറുള്ള ആളുകൾക്ക് ഇൻസുലിൻ കുത്തിവെക്കുന്നത് കേൾക്കുന്നുണ്ടല്ലേ. ഈ ഇൻസുലിൻ എന്തുകൊണ്ടാണ് വരുന്നത്? ഈ ഇൻസുലിൻ നമ്മൾ കുത്തിക്കണം, അതൊരു ഹോർമോണാണ്. ഈ ഹോർമോൺ റെസിസ്റ്റൻസ് ആണ്. ഇത് എങ്ങനെയാണ്? അത് റെഗുലറായിട്ട് കറക്റ്റായിട്ട് നമ്മൾ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ പി സി ഒ ഡി ഉള്ള ആളുകൾക്ക് നിങ്ങളെ പീരിയഡ്സ് കറക്റ്റ് റെഗുലർ ആയിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പാദന കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യില്ല, സോ അത് വർക്കിംഗ് ആവില്ല. ഓക്കെ, അതുപോലെ തന്നെ ഈ അമിത വണ്ണമുള്ള ആളുകളിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ സംഭവം കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പാരമ്പര്യം എന്നുള്ളതൊക്കെ പറയാൻ പറ്റും. പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന സംഭവമാണ് ഇതൊക്കെ. അത് നമുക്ക് മാത്രം പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പുറമെ ഈ ഒരു പ്രശ്നം കൂടി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ സംഭവങ്ങൾ ഉണ്ടായി മാറുന്നത്. ഓക്കെ, നിങ്ങൾക്ക് തന്ന എക്സസൈസും കാര്യങ്ങളും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങൾ എപ്പോഴോ നിർത്തുന്നത്, അപ്പം നിങ്ങൾക്ക് വീണ്ടും ആ ഒരു സ്റ്റേജിലേക്ക് തന്നെ വീണ്ടും നിങ്ങൾ എത്തും. അപ്പോൾ നിങ്ങൾ അതും ശ്രദ്ധിക്കുക. ഓക്കെ, തൈറോയ്ഡ് ഗ്ലാൻഡ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഹോർമോൺസാണ് അത് സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ നമ്മൾ മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നമ്മളെ കാര്യങ്ങളിൽ മെറ്റബോളൈസ് ചെയ്യുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡാണ്. ഓക്കെ, അതിൽ 2 ഹോർമോൺസാണ്, ഒന്ന് DP ഒന്ന് D4. ഓക്കെ, ബ്ലഡിലൂടെ നമുക്ക് പിന്നെ കണ്ടെത്താൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ 2ആയിട്ട് പറയാം. ഒന്ന് ഹൈപ്പർ തൈറോയിഡിസം, ഒന്ന് ഹൈപ്പോ തൈറോയിഡിസം. ഈ പേസോടിയുള്ള ആളുകൾ എന്തെല്ലാം ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്, ഈ മെഡിസിൻ കഴിക്കേണ്ടതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്? ഫസ്റ്റായിട്ട് പറയാനുള്ളത് അബകാഡോയിൽ എന്താ ഉള്ളത്? വൈറ്റമിൻ ഇ ഉണ്ട്, ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് ഉണ്ട്. ഹോർമോൺസ് ബാലൻസ് ചെയ്യാൻ നന്നായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് സ്ട്രോബെറി, അതുപോലെ തന്നെ ബെറീസ് ആയിട്ടുള്ള ഐറ്റംസ് സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കഴിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ സാധനങ്ങളാണ് മുരിങ്ങൻ്റെ ഇല, അതുപോലെ ചീരൻ്റെ ഇല, ഈ പോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ ശരീരത്തിന് നല്ല കാര്യങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇത് നമ്മളെ ശരീരത്തിന് ഡാമേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് മുരിങ്ങൻ്റെ ഇല, അതുപോലെ തന്നെ ചീരൻ്റെ ഇല, ഈ ഐറ്റംസ് സാധനങ്ങളൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, ഡെയിലി നമുക്ക് 2-3 നമുക്ക് എഗ്ഗ് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഫാറ്റി ആയിട്ടുള്ള ഫിഷും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാം. ഇതൊക്കെ ഇതിൽ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ സാധനങ്ങളൊക്കെ നമുക്ക് നമ്മളെ ഹെൽത്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ. ഓക്കെ, അതുപോലെ തന്നെ വീണ്ടും ഇൻസുലിൻ കൊടുക്കും തോറും നമ്മൾ ബോഡിമൊക്കെ എന്താ സംഭവിക്കുക, ഇൻസുലിൻ എത്തും തോറും നമ്മൾ ബോഡിമൊക്കെ അത് റിയാക്ട് ചെയ്യാത്ത രീതിയിലായി മാറും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഷുഗറിൻ്റെ അളവ് കൂടുതലായിട്ട് വരും. അപ്പോൾ സംഭവിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രമീകരിക്കാൻ പറ്റിയ സംഭവങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ, ഭക്ഷണത്തിന് കറക്റ്റ് ടൈം നിങ്ങൾ കണ്ടെത്തുക. ആ സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ മധുരമുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ മിഠായി ഐറ്റംസ്, കേക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറച്ച് കൊണ്ടുവരാം. കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിത് കൊടുക്കും തോറും ഇൻസുലിൻ കുത്തി വെക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് അതെല്ലാം എന്ത് ചെയ്യില്ല, നിങ്ങൾ ബോഡിമൊക്കെ റിയാക്ട് ചെയ്യാത്ത രീതിയിലായി മാറും. കാരണം നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ സൈക്കിളും കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾ പീരിയഡ്സിൻ്റെ ടൈം റെഗുലർ ആവാത്ത രീതിയിലായി മാറും. ഓക്കെ.